ഹലോ ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രാണെങ്കിൽ വേദയെ വിളിച്ച് പറയാണ് കറണ്ട് വന്നെന്ന കാര്യം. അത് കേൾക്കാൻ വേണ്ടിയിട്ട് നന്ദിനിയും ഉണ്ടാവും കേട്ടോ ഒപ്പം. അപ്പോൾ ശ്രീജേടത്തി വരുന്ന സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട്, ശ്രീജേടത്തിയെ നോക്കിക്കേ കറണ്ട് വന്നു. അപ്പോൾ നന്ദിനി, കറണ്ട് വരാൻ കാരണേ KCB-കാരായിരിക്കും, വിക്രല്ലേ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ വിക്രം എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കുമല്ലോ കറണ്ട് വന്നതെന്ന് ചോദിക്കട്ടോ വേദ. അപ്പോൾ നന്ദിനി, അല്ല ഇപ്പൊ നിങ്ങൾ ഓടക്കിലല്ലേ, നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി നോക്കിയവനല്ലേ ഈ വിക്രം, പിന്നെ എന്തിനാ നിന്നെ അവൻ വിളിച്ചു പറയുന്നത് എന്നങ്ങ് ചോദിക്കുന്ന നേരം നമ്മുടെ വേദ ഒരു അടിപൊളി ഡയലോഗ് അടിക്കുകയാണ് കേട്ടോ. അതാണെങ്കിൽ നമ്മുടെ നന്ദിനിക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. ഇത് കേൾക്കുന്ന ശ്രീജ നന്ദിനിയുടെ മുഖത്ത് നോക്കി ചിരിക്കണം കേട്ടോ. അതെ ശ്രീജേടത്തി, അവൾ എന്താ ഈ പറഞ്ഞിട്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെയും ചിരിച്ചിട്ട് നമ്മുടെ വേദയുടെ പിന്നാലെ പോവാണ് കേട്ടോ ശ്രീജ. വേദയാണെങ്കിൽ അയലിലെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ. കൂടെ ശ്രീജയുണ്ട്. അതെ വേദേ, നന്ദിനിക്ക് നീ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ ശ്രീജേടത്തി. കറണ്ട് ശരിയാക്കിയതുപോലെ വീടിന്റെ ജപ്തിയും എന്തെങ്കിലും ചെയ്യുമായിരിക്കും അല്ലേ വിക്രം എന്നങ്ങ് ചോദിക്കുന്ന നേരത്ത് വിക്രം പോകുന്ന വഴി എന്തായാലും നിയമത്തിന്റെ വഴി ആയിരിക്കില്ല ശ്രീജേടത്തി. നന്ദിനി അടുത്തി നിൽക്കുന്നതുകൊണ്ട് ഞാനതപ്പോൾ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഉണ്ടാക്കുന്ന വഴി മാത്രമേ നമ്മുടെ വിക്രമിന് അറിയുള്ളൂ. ആ വാസവന്റെ വാക്ക് കേട്ട് ഇവിടേക്കുള്ള കറണ്ട് കട്ട് ചെയ്തത് ആരാണെന്ന് വിക്രം കണ്ടെത്തി കാണും. അയാളെ കണ്ട് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയും കാണും. ഇനി സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് വേറെ വല്ല കേസും വരാഞ്ഞാൽ മതി എന്ന് പറയാട്ടോ. അപ്പോ ജപ്തി നടക്കുന്നത് തന്നെയാണോ വേദയും പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് വേറൊരു മാർഗവും കാണുന്നില്ല ശ്രീജടത്തി എന്ന് പറയട്ടോ വേദ. അപ്പോ ശ്രീജ പറയുന്നുണ്ട്, ഇവിടെ വന്നു കയറിയ കാലം മുതൽ ഇത് ഭർത്താവിന്റെ വീടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്വന്തം വീടായിട്ടേ ഞാൻ കണ്ടുള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങി പോവാന്നൊക്കെ പറയുമ്പോൾ സഹിക്കുന്നില്ല വേദ. വേദ ഒരു വക്കീലിനെ പോയി കണ്ടിരുന്നില്ലേ, അയാൾക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി പറ്റുമോളെ? ആ ആവശ്യത്തിന് വേണ്ടി തന്നെ ഫോൺ വിളിച്ചിട്ട് അയാൾ എടുത്തില്ല, എന്നിട്ടാണോ ഇപ്പോൾ എന്ന് ചോദിക്കട്ടെ വേദ. ഈ വീട് വിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് അച്ഛന് പറ്റുമെന്ന് വേദയ്ക്ക് തോന്നുന്നുണ്ടോ? സഹിക്കാൻ പറ്റില്ല മോളെ, എന്തൊക്കെയാ ഉള്ളിൽ കിടക്കുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ. അച്ഛൻ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നാ എൻ്റെ പേടിയെന്ന് പറയട്ടോ ശ്രീജ. അത്രയ്ക്ക് ആത്മബന്ധമുള്ള വീടാ ഇത്, അച്ഛൻ ഒരിക്കലും സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണേ. അങ്ങനെ രണ്ടുപേരും സങ്കടത്തോടെ നിൽക്കുവാണ്.